ക്ലാരിഫിക്കേഷൻസ് തരാനുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമർ, അവൻ അത്യാവശ്യം മലയാളത്തിലൊക്കെ അത്യാവശ്യം പരിജ്ഞാനിയായിട്ടുള്ള വ്യക്തിയാണ്. സോ ഈ പതിറ്റാണ്ടുകൾ എന്നൊക്കെ പറയാൻ പുള്ളി എനിക്ക് കഴിഞ്ഞ വീഡിയോ ശേഷം പഠിപ്പിച്ചു തന്നു. ക്ലാരിഫിക്കേഷൻസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഈ കോഫിയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന കൽദി എന്ന് പറഞ്ഞ ആട്ടിടേൻ്റെ കഥയുണ്ടല്ലോ, അതൊരു പ്രോപ്പർ ഹിസ്റ്ററി പോലും അല്ല. അത് ഒരു ഒരു ലെജൻഡ് മാത്രമാണ്, അല്ലെങ്കിൽ കോഫിയെ കുറിച്ചിട്ടുള്ളൊരു ഏറ്റവും കൂടുതൽ പറഞ്ഞ് തലമുറകൾ കൈമാറി വന്നിട്ടുള്ള ഒരു കഥ മാത്രമാണ് കൽദി എന്ന ആട്ടിടേൻ്റെ കഥ. ശരിക്കും ബാബാ ബുഡാൻ ഇന്ത്യയിലേക്ക് കോഫി ബീനുകൾ സ്മഗിൾ ചെയ്യാൻ കോഫി ഇന്ത്യയിൽ ബാൻഡായിരുന്നു എന്നതല്ല കാരണം. അതിൻ്റെ മൂല കാരണം ശരിക്കും 17th സെഞ്ച്വറിയിലെ അറബി രാജ്യങ്ങളും അതും യമനായിരുന്നു കൂടുതലും കോഫി കൾട്ടിവേഷനിൽ ടോപ്പിൽ നിന്നിരുന്നത്. അവരായിരുന്നു അതിൻ്റെ മൊണോപോളി. സോ ഈ ഹജ്ജിന് പോയ ബാബാ ബുഡാൻ ഈ അറബി സന്യാസികൾ, സൂഫി സന്യാസികൾ രാത്രി നമസ്കാരങ്ങൾക്കും പ്രേയേഴ്സിനും വേണ്ടി ഉണർന്നിരിക്കാൻ വേണ്ടി കോഫി കൺസ്യൂം ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പുള്ളി ഇന്ത്യയിൽ കോഫി വളർത്തണം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കോഫി കൊണ്ടുവരണം, അല്ലെങ്കിൽ യമൻ പോലെ ഒരു കോഫി പ്രൊഡക്ഷൻ ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം പുള്ളി യമനിൽ അന്ന് റോ ബീനുകൾ, അതായത് ഇതൊരു റോസ്റ്റഡ് കോഫി ബീനാണ്, ഇത് മണ്ണിൽ കുഴിച്ചിട്ട് ഓബിയസ്ലി മുളക്കില്ല, പച്ച കാപ്പിക്കുരുക്കളാണ് നമ്മൾക്ക് കൃഷി ചെയ്യാൻ കഴിയുള്ളൂ, അത് വെച്ചേ കഴിയുള്ളൂ. സോ 7 പുള്ളിയുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊടുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അത് യമൻ എക്സ്പോർട്ടിങ്, പച്ച കാപ്പിക്കുരുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇലീഗലാക്കി വെച്ചിരിക്കുകയായിരുന്നു. സോ അവർക്ക് അതിൻ്റെ ഒബ്വിയസ്ലി ടോപ്പിലെത്താൻ, പക്ഷെ പിന്നീട് പല രീതിയിലും ഇന്ത്യയിലേക്ക് വന്ന പോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിയതിൽ പല കഥകളുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ആക്ച്വലി കോഫി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ പോർ ഓവർ, എക്സ്പ്രസോ കോഫി, ഫിൽറ്റർ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയേഷൻസ്, ബ്രൂവിങ്ങിൽ ഒരുപാട് വേരിയേഷൻസും ഒരുപാട് വ്യത്യാസങ്ങളും ഒക്കെയുള്ള, ഞാൻ പറഞ്ഞ പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡ്രിങ്കായിട്ട് മാറിയിരിക്കുന്ന കോഫി. എൻ്റെ ഫേവററ്റ് ആക്ച്വലി എക്സ്പ്രസോ ഡ്രിങ്കുകളാണ്. എനിക്ക് ഫിൽറ്റർ കോഫിയും ഇഷ്ടമാണ്, മൊക്കോ പോട്ട് കോഫികൾ ഇഷ്ടമാണ്, പോർ ഓവറുകൾ എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ ഇപ്പോൾ ഒരു കോഫി എക്സ്പ്ലോറേഷൻ ജേർണിയിലാണ്. ഒരുപാട് കാര്യങ്ങൾ കോഫിയെ കുറിച്ച് മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ കോഫിയുടെ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കി, കോഫി എന്ന ഡ്രിങ്കിനെ പറ്റി മനസ്സിലാക്കി. ഇതിനെ എങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം, അല്ലെങ്കിൽ കണ്ട് ഇതിനെ ഒരു ടോപ്പ് ലെവൽ ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ടുള്ള ഇന്ന് ഒരുപാട് വലിയ വലിയ കോഫി കമ്പനികളുണ്ട് ഇന്ത്യയിലും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. സ്റ്റാർബക്സ് ഒക്കെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. സോ നമ്മൾ പോകെ ഈ ടോപ്പിക്കിലേക്കാണ് നമ്മൾ സംസാരിച്ചു വരാൻ പോകുന്നത്. ഹൗ ക്യാൻ വി മേക്ക് ദിസ് ഇൻ ടു എ ബിസിനസ് തിങ് കൈൻഡ് ഓഫ് തിങ്. എന്തായാലും നമുക്ക് ഈ സീരീസിൽ കുറച്ചുകൂടെ കഥകളിലേക്ക് പോവാം. എന്നിട്ട് ഇത് കഴിഞ്ഞ് വരുന്ന ഒരു സീരീസിൽ നമ്മൾക്ക് ഇതിൻ്റെ ബിസിനസ് പാർട്ടിനെ കുറിച്ചും ഒക്കെ ഡീപ്പായി സംസാരിക്കാം. ഇപ്പം ഞാനും ഒരു ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മേക്കിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഈ കഥകൾ ഷെയർ ചെയ്യുന്നതിലേക്ക്, ഇത് ജേർണൽ ചെയ്യുന്നതിലേക്ക് ഞാൻ സ്റ്റെപ്പിങ് ഇൻ ടു ഇറ്റ്. സോ എൻ്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. സോ കുറേശ്ശെ എല്ലാം പറഞ്ഞ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സീരീസ് ആയിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാം. സോ ഒരുപാട് കാപ്പി കുടിക്കണ്ട, ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഫെയിൻ ലിറ്ററലി 1 AM I can't sleep ബിക്കോസ് ഈ വീഡിയോ ചെയ്യാൻ ഒരു ടൈം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷെ എനിക്ക് കോഫി ഇല്ലാതെ ഈ വീഡിയോ ചെയ്യാനും പറ്റില്ല. See you guys, bye.